കാലവർഷമെത്താറായിട്ടും പീരുമേട് ടീ കമ്പനിയിലെ തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾക്ക് മോചനമില്ല. ഈ കാലവർഷവും പൂട്ടിക്കിടക്കുന്ന പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾക്ക് ദുരിതകാലം മാത്രമാണ്. തകർച്ചയിലായ ലയത്തിൽ ജീവിതം തള്ളി നീക്കാൻ തുടങ്ങിയിട്ട് 25 വർഷം പിന്നിടുകയാണ്. മുൻ സർക്കാർ വർഷാവർഷം ലക്ഷങ്ങളും കോടികളും ബജറ്റിൽ കൊണ്ടുവന്നെങ്കിലും നടപടി മാത്രം ഉണ്ടായിട്ടുമില്ല. ഉടമ ഉപേക്ഷിച്ചു പോയ പീരുമേട് ടീ കമ്പനിയിലെ തൊഴിലാളികൾ തകർച്ചയിലായ ലയങ്ങളിൽ ജീവൻ പണയം വെച്ച് കഴിയാൻ തുടങ്ങിയിട്ട് 1/4 നൂറ്റാണ്ട് പിന്നിടുകയാണ്. 2000-ൽ ഉടമ ഉപേക്ഷിച്ചു പോയപ്പോൾ തന്നെ ലയങ്ങൾ അപകടാവസ്ഥയിലായിരുന്നു. 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ലയങ്ങൾ പൂർണ്ണമായും അപകടാവസ്ഥയിലായി മാറി. ചുവരുകൾ തകർന്നും മേൽക്കൂര ചിതലെടുത്തും വലിയ അപകടാവസ്ഥയിലാണ് ഓരോ ലയങ്ങളും. ചില ലയങ്ങൾ ഇതിനോടകം തകർന്നു വീഴുകയും ചെയ്തു. തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല, മൊത്തം അടുക്കളക്കകത്താണ് വീഴുന്നത്. മുറി കിടന്നുറങ്ങാൻ പറ്റത്തില്ല. രാത്രി എങ്ങനെ കഴിച്ചു കൂട്ടും, പേടിച്ചിട്ട് ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല. ഏത് നിമിഷവും പൊട്ടിപ്പൊടിഞ്ഞ് തലമുട മണ്ടയിലേ വീഴത്തുള്ളൂ. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോവില്ല. മഴ പെയ്യുമ്പോൾ രാത്രി കാലങ്ങളിൽ ഉറങ്ങാതെ നനയാത്ത ഭാഗത്തിരുന്നാണ് നേരം വെളുപ്പിക്കുന്നത്. മഴ പെയ്ത മൊത്തം ചോരുവാ, ഞങ്ങൾക്ക് കിടക്കാനേ പേടിയാ. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. നമ്മൾ ആരോട് പറയാന്? പറയുന്നവരൊന്ന് നോക്കുന്നുണ്ട്, പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അങ്ങനെ ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. ഒരു അനുഭവം ഞങ്ങൾക്ക് കിട്ടുന്നു. ചിതലടിച്ച് താഴെ വീഴാറായ ലയം കാട്ടുകമ്പിൽ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഓരോ മഴക്കാലവും ഭയന്നു വിറച്ചാണ് തൊഴിലാളികൾ തള്ളി നീക്കുന്നത്. ഞങ്ങൾ പേടിച്ചാണ് ഇതിനകത്ത് ഓരോ ദിവസം കഴിഞ്ഞു കൂടുന്നത്. ഇപ്പം കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഏതവസ്ഥയിൽ എത്തുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആർക്കൊക്കെ ജീവൻ മിച്ചം കാണുമെന്നും പറയാനൊക്കെയല്ല. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാർ പല വർഷങ്ങളായി ലയം നവീകരിക്കുന്നതിന് ബജറ്റിൽ വകയിരുത്തിയത് ലക്ഷങ്ങളും കോടികളുമാണ്. ഈ ഫണ്ട് കോടതി ഇടപെട്ടിട്ട് പോലും ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. പീരുമേട് ടീ കമ്പനി ഉൾപ്പെടെ 4 തോട്ടങ്ങളാണ് ഇവിടെ പൂട്ടിക്കിടക്കുന്നത്. ഈ തോട്ടങ്ങളിൽ ലയങ്ങൾ നവീകരിക്കാൻ അനുവദിച്ച ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ അധികാരമേറ്റ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടെങ്കിലും ഈ മഴക്കാലത്ത് നടപടി ഉണ്ടാവില്ല. അതിനാൽ ഈ മഴക്കാലവും പീരുമേട് ടീ കമ്പനി ഉൾപ്പെടെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ദുരിതകാലമായി മാറും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.